തലസ്ഥാനമായ തിരുവനന്തപുരം വളരെ പ്രത്യേകതകളുള്ള ഒരു നഗരമാണ്, അല്ലെങ്കിൽ നഗരമായിരുന്നു. ആ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വൃത്തിയായിരുന്നു. ആ വൃത്തി എന്ന് പറഞ്ഞാൽ ഇന്നാണെങ്കിൽ ആ വൃത്തിയൊക്കെ എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം വാസ്തവത്തിൽ അതിൻ്റെ തുടക്കം വളരെ എളിയ രീതിയിൽ ആയിരുന്നു. കാരണം പലരും വിചാരിക്കുന്നത് പോലെ തിരുവനന്തപുരം ആദ്യം മുതലേ ഒരു തലസ്ഥാനം ആയിരുന്നില്ല. നമുക്കറിയാം, വേണാടിൻ്റെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഇരണിയൽ ആയിരുന്നു. അതുപോലെ പിന്നീട് പത്മനാഭപുരം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വിഴിഞ്ഞം കുറേ കാലം തലസ്ഥാനമായിരുന്നു. കൊല്ലം തലസ്ഥാനമായിരുന്നു. തിരുവനന്തപുരവും രാജാക്കന്മാർ താമസിക്കുന്ന സന്ദർഭങ്ങളിൽ തലസ്ഥാനമായിരുന്നു. എന്നാൽ ഈ നില മാറുന്നത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴാണ്. കൃത്യമായി പറഞ്ഞാൽ 1795 അടുപ്പിച്ചിട്ടാണ് തിരുവനന്തപുരം തലസ്ഥാനമാകുന്നത്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് തിരുവനന്തപുരം ഔപചാരികമായി ഒരു തലസ്ഥാന നഗരമായിട്ട് മാറുന്നത്. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. പല കാരണങ്ങളും അതിനുണ്ടായിരുന്നു. ഒന്ന്, തെക്കേ അറ്റത്തുള്ള പത്മനാഭപുരത്തിരുന്നു കൊണ്ട് പറവൂർ വരെയുള്ള പ്രദേശങ്ങൾ ഭരിക്കുക അത്ര സുഗമമല്ല എന്ന് കണ്ടിട്ട് കുറച്ചുകൂടി പ്രധാനപ്പെട്ട, അതായത് യാത്രാ സൗകര്യങ്ങളുള്ള തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റുകയാണ് വേണ്ടത് എന്ന് അന്നത്തെ ദിവാൻ മറ്റും നിർദ്ദേശിച്ചത് പ്രകാരമായിരിക്കണം രാജാവ് തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറിയെങ്കിലും തിരുവനന്തപുരം ഒരു തീർത്ഥാടന നഗരമായിട്ട് തന്നെ തുടരുകയായിരുന്നു. തീർത്ഥാടന നഗരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏക ആകർഷണീയത എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ മാത്രമാണ് ജനങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ പാൽക്കുളങ്ങര, പെരുന്താന്നി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ജനങ്ങൾ താമസിച്ചിരുന്നത്. അതുപോലെ കരമനയിൽ കുറച്ച് തമിഴ് ബ്രാഹ്മണർ താമസിക്കാൻ എത്തുന്നു. അപ്പോൾ ഓരോരോ സെഗ്മെൻറ്റുകളായിട്ടാണ്, അങ്ങനെ ഓരോരോ സെഗ്മെൻറ്റുകൾ അങ്ങനെ അവിടെ താമസിക്കുന്നു. മണക്കാട് എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ള പഠാണികൾ താമസിക്കുന്നു. ഈ പാൽക്കുളങ്ങരയും അതുപോലെ പെരുന്താന്നി പ്രദേശങ്ങളിൽ നായർ ഡോമിനൻസ് ഉള്ള പ്രദേശങ്ങളായിട്ട് അത് മാറുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നഗരം ഇങ്ങനെ വികസിക്കുന്നു. ഏതാണ്ട് കരമന മുതൽ ഉള്ളൂർ വരെയുള്ള പ്രദേശം തിരുവനന്തപുരം നഗരമായിട്ട് മാറുന്നു. ശാസ്തമംഗലം ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് മാറുന്നു. ഇങ്ങനെ പടിപടിയായിട്ടുള്ള മാറ്റങ്ങൾ വരികയാണ്. അതിൽ അന്നത്തെ കാലത്ത് ഭരണസിരാകേന്ദ്രം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടമാണ്, അല്ലെങ്കിൽ കോട്ടയ്ക്കകമാണ്. ഈ കോട്ടയ്ക്കകത്ത് നിന്ന് തലസ്ഥാനം കോട്ടയുടെ വെളിയിലേക്ക് ആദ്യമായി പോകുന്നത് സ്വാതി തിരുനാളിൻ്റെ ചില തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. സ്വാതി തിരുനാളാണ് ആദ്യമായിട്ട് ഇത്. ആ സ്വാതി തിരുനാളിൻ്റെ അതിന് തൊട്ട് മുമ്പ് തന്നെ ബാലരാമവർമ്മയുടെ കാലത്ത് തന്നെ ഈ റവന്യൂ ഓഫീസ് എന്ന് പറയുന്നത് കൊല്ലത്തേക്ക് മാറുകയാണ്. സ്വാതി തിരുനാൾ ഈ റവന്യൂ ഓഫീസ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്നെങ്കിലും കോട്ടയ്ക്കകം തന്നെയായിരുന്നു അന്നത്തെ റവന്യൂ ഓഫീസ്. അതിന് ഒരു മാറ്റം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് സ്വാതി തിരുനാളാണ്. പക്ഷെ അദ്ദേഹത്തിന് കാര്യമായി ഈ റവന്യൂ ഓഫീസ് മാറ്റുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതിലൊരു സ്ഥലം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അദ്ദേഹം പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത് വിദ്യാലയങ്ങൾ തുടങ്ങുന്നതിലായിരുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കാലത്താണ് മഹാരാജാസ് സ്കൂൾ തുടങ്ങുന്നത്. ആ മഹാരാജാസ് ഫ്രീ സ്കൂൾ, അത് കഴിഞ്ഞിട്ട് ആ മഹാരാജാസ് ഫ്രീ സ്കൂള് അദ്ദേഹത്തിനെ പ്രചോദിപ്പിച്ചത് റോബർട്ട്സ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഈ റോബർട്ട്സ് എന്ന് പറയുന്ന ആൾ നാഗർകോവിലിലെ അവിടുത്തെ മിഷണറിമാരുടെ നടത്തിയ ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു. റോബർട്ട്സിനെ സ്വാതി തിരുനാൾ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ മഹാരാജാസ് ഫ്രീ സ്കൂളിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു. റോബർട്ട്സ് ഭംഗിയായിട്ട് തന്നെ ഏൽപ്പിച്ച ചുമതല അദ്ദേഹം
നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ചെറിയമ്മയുടെ കാലത്ത്, റാണി പാർവതിബായിയുടെ കാലത്ത് മണ്ഡപത്തും വാതുക്കലുകൾ തോറും, അതായത് താലൂക്കുകൾ തോറും വിദ്യാലയങ്ങൾ തുടങ്ങുകയാണ്. ആ താലൂക്കുകളിലെ വിദ്യാലയങ്ങളിലേക്ക് സർക്കാർ ശമ്പളത്തിൽ അധ്യാപകരെ നിയമിക്കുകയാണ്. വലിയ മാറ്റങ്ങളാണ് തിരുവിതാംകൂർ ഇതിനെ തുടർന്ന് സംഭവിച്ചത്. ഒരു പ്രബുദ്ധമായ ജനതയെ വാർത്തെടുക്കുന്നതിന് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും റാണി പാർവതിബായി അതിന് വിത്തുകൾ വിതയ്ക്കുകയാണ് ചെയ്തത്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുമാണ് പിന്നീടത്തെ ഭരണാധികാരിയായ സ്വാതി തിരുനാൾ ചെയ്തത്. എന്നാൽ ഈ സ്വാതി തിരുനാൾ ചെയ്ത കാര്യങ്ങൾ കുറേ കൂടി ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്കാണ് സാധിച്ചത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ റവന്യൂ ഓഫീസ് കോട്ടയ്ക്കകത്ത് നിന്ന് കോട്ടയുടെ വെളിയിൽ ഇന്നത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന സ്ഥലത്തിന് കുറച്ച് തൊട്ട് വടക്ക് വശത്തായിട്ട് ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ട്രഷറി ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ആ ഭാഗത്തേക്ക് മാറ്റുന്നത്. അതിൻ്റെ അന്നത്തെ പേര് ആനക്കച്ചേരി എന്നായിരുന്നു. ഈ ആനക്കച്ചേരിയിലേക്ക് മാറ്റുന്നതിന് ഉത്തരം തിരുനാളിനെ പ്രധാനമായി പ്രേരിപ്പിച്ചത് അന്നത്തെ കാലത്ത് അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആവലാതികൾ സമർപ്പിക്കുന്നതിന് അവർക്ക് കഴിയില്ല. അത് പരിഹരിക്കാൻ കൂടിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആനക്കച്ചേരി കോട്ടയുടെ വെളിയിലേക്ക് മാറ്റുന്നത്. അത് വളരെ വിജയിച്ചിട്ട് ആ വിജയം കുറച്ചുകൂടി വിപുലീകരിക്കുവാനുള്ള ശ്രമം നടക്കുന്നത് തുടർന്ന് ഭരണാധികാരിയായ ആയില്യം തിരുനാൾ രാമവർമ്മയാണ്.